1984 സിഖ് വംശഹത്യയുടെ സമയത്ത് കോൺഗ്രസ് ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ സിഖുകാർക്ക് അവരുടെ മുടി മുറിക്കേണ്ടി വന്നപ്പോൾ അവരെ സംരക്ഷിക്കാൻ RSS സ്വയംസേവകർ സ്വന്തം ജീവൻ പണയപ്പെടുത്തി. 1984 സിഖ് വംശഹത്യയിലെ ഈ സത്യകഥ അന്ന് ഡൽഹിയിലെ കൽക്കാജിയിൽ താമസിച്ചിരുന്ന ഹർവീന്ദർ സിംഗിൻ്റെതാണ്. 1984 നവംബർ 1 അദ്ദേഹത്തിന് ഭയാനകമായ ഒരു ദുസ്വപ്നമായിരുന്നു. ഹർവീന്ദർ സിംഗ് പറയുന്നു, ദിവസവും ട്രെയിനുകൾ കടന്നു പോകുന്ന തുഗ്ലക്കാബാദ് എക്സ്റ്റൻഷനിൽ നിന്ന് ആ വാർത്ത വന്നു. സിഖുകാരെ ട്രെയിനുകളിൽ നിന്ന് വലിച്ചിറക്കി കൊല്ലുന്നു. അന്തരീക്ഷം പെട്ടെന്ന് ഭയാനകമായി മാറി. അതിനിടെ ആ പ്രദേശത്തെ ചില കോൺഗ്രസ് നേതാക്കളും അവരുടെ ആളുകളും സിഖുകാരെ ആക്രമിക്കുകയായിരുന്നു. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു സിഖുകാരൻ്റെ ഉടമസ്ഥതയിലുള്ള കൊക്കക്കോള ഫാക്ടറി ഉണ്ടായിരുന്നു. ആൾക്കൂട്ടം ക്രൂരമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ഫാക്ടറി കൊള്ളയടിക്കുകയും തീയിടുകയും ചെയ്തു. ആകാശത്തേക്ക് പുക ഉയരുന്നുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ തെരുവിൽ അരുൺജി എന്നു പേരുള്ള ഒരു RSS സ്വയംസേവകൻ താമസിച്ചിരുന്നു. അദ്ദേഹം വന്നു പറഞ്ഞു, RSS ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ കുടുംബത്തിന് ഒന്നും സംഭവിക്കില്ല. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും ഇന്ദിരയുടെ ഗുണ്ടകൾ ഞങ്ങളുടെ വീടിന് മുന്നിലെത്തി. എൻ്റെ പിതാവ് ഞങ്ങളെ ഒരു മുറിക്കുള്ളിലാക്കി പൂട്ടി ആൾക്കൂട്ടത്തിന് മുന്നിൽ ഒറ്റയ്ക്ക് നിന്നു. ആൾക്കൂട്ടം അലറുകയായിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ അമ്മയെ കൊന്നു, ഞങ്ങൾ എല്ലാ സിഖുകാരെയും തീർക്കും. ബഹളം കേട്ട് അരുൺജി അവിടേക്ക് ഓടിയെത്തി. അദ്ദേഹം മുന്നോട്ട് വന്ന് എൻ്റെ പിതാവിനെ രക്ഷിച്ചു. എന്നാൽ ഗുണ്ടകളുമായി പോരാടുന്നതിനിടയിൽ അദ്ദേഹത്തിന് തന്നെ പരിക്കേറ്റു. ആൾക്കൂട്ടം ആക്രോശിച്ചു, നിങ്ങൾക്കിവരെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇവരുടെ മുടി മുറിക്കൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരെയും കൊല്ലും. ആ നിമിഷം ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം എനിക്കും എൻ്റെ പിതാവിനും മുടി മുറിക്കേണ്ടി വന്നു. അതിനുശേഷം 2-3 ദിവസത്തേക്ക് RSS സ്വയംസേവകർ, പ്രത്യേകിച്ച് അരുൺജി, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷ, ഭക്ഷണം, മരുന്നുകൾ തുടങ്ങി എല്ലാ കാര്യവും നോക്കി. അന്ന് അവർ നൽകിയ ആ സഹായം ഒരിക്കലും മറക്കാൻ കഴിയില്ല.